ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രീവിയസ് ഇയർ, അസസ്മെൻ്റ് ഇയർ എന്നീ രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു അസസി അദ്ദേഹത്തിന് ടാക്സബിൾ ആകുന്ന ഇൻകം ഏൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയർ. അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഇയറിൽ അസസി ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടുന്ന വർഷമാണ് അസസ്മെൻ്റ് ഇയർ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് ശേഷമുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ അസസ്മെൻ്റ് ഇയർ എന്ന് പറയാറുള്ളത്. എന്നാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ട് കോൺസെപ്റ്റ്സിൻ്റെയും മീനിങ്ങിൻ്റെ വിരുദ്ധമായിട്ട് വരുന്ന ഒരു ടേമാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. സാധാരണ ഒരു അസസിക്ക് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയർ, അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്ന ആ വർഷമാണ് അതിന് ടാക്സ് അസസ് ചെയ്യുന്നതും ടാക്സ് കൊടുക്കേണ്ടിയും വരാറുള്ളത്. എന്നാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിനകത്ത് വരുന്ന ഒരു വ്യത്യാസം നമുക്കിതിനകത്ത് സെക്ഷൻ 207 ഡിസ്കസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൻ്റെ മറ്റൊരു പേരാണ് പേ ആസ് യു ഏൺ സ്കീം. ഇൻകം ഏൺ ചെയ്യുന്ന സമയത്ത് തന്നെ ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞതിൻ്റെ അർത്ഥം. സെക്ഷൻ 207 പറയുന്നത് അഡ്വാൻസ് ടാക്സ് ഷാൾ ബി പേയബിൾ ഡ്യൂറിങ് എനി ഫിനാൻഷ്യൽ ഇയർ ഇൻ റെസ്പെക്ട് ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് അസസി വിച്ച് വുഡ് ബി ചാർജബിൾ ടു ടാക്സ് ഫോർ അസസ്മെൻറ്റ് ഇയർ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ഇറ്റ് ഷാൾ ബി കോൾഡ് കറൻറ്റ് ഇൻകം. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു അസസി ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ഏൺ ചെയ്യുകയും തൊട്ടടുത്ത ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്ന വർഷം ടാക്സ് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഇൻകത്തിന് ഇൻകം ഏൺ ചെയ്യുന്ന ആ വർഷം തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസസി ഇൻകം ഏൺ ചെയ്യുന്ന അതേ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ തൊട്ടടുത്ത അസസ്മെൻ്റ് ഇയറിലേക്ക് ബാധകമായിട്ടുള്ള ടാക്സ് റേറ്റുകൾ അനുസരിച്ചുകൊണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അതിനാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഇൻകത്തെ വിളിക്കുന്ന പേരാണ് കറൻറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അസസിക്ക് ഉണ്ടാകുന്ന ഇൻകമാണ് കറൻറ്റ് ഇൻകം. കറൻറ്റ് ഇൻകത്തിന് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് സെക്ഷൻ 207 പ്രത്യേകത. An assessee shall pay advance tax if amount of tax payable by him during that year as computed in accordance with the provisions of this act is rupees 10,000 or more. Section 208. സെക്ഷൻ 208 പറയുന്നത് ഒരു അസസി അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഏതാണ് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടുന്ന ടാക്സിൻ്റെ എമൗണ്ട് എത്രയാണോ ആ ടാക്സിൻ്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 10,000 രൂപയോ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ആ അസസിയാണ് അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് തൊട്ടടുത്ത അസസ്മെൻ്റ് ഇയറിൽ കൊടുക്കേണ്ടുന്ന ടാക്സിൻ്റെ എമൗണ്ട് എത്രയാണോ ആ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് 10,000 രൂപയോ അതിൽ കൂടുതലോ ആവുകയാണെങ്കിൽ ആ അസസി ഇൻകം ഏൺ ചെയ്യുന്ന കറൻറ്റ് ഇൻകത്തിന് ഇൻകം ഏൺ ചെയ്യുന്ന ആ വർഷം തന്നെ അഡ്വാൻസായി ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് സെക്ഷൻ 208 മെൻഷൻ ചെയ്യുന്നത്. എന്നാൽ എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഷാൾ നോട്ട് ബി ലയബിൾ ടു പേ അഡ്വാൻസ് ടാക്സ് ഇഫ് ഹി ഡസ് നോട്ട് ഹാവ് എനി ഇൻകം അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് business or profession and he is of the age of 60 years or more at any time during the previous year. എന്നാൽ 10,000 രൂപയിൽ കൂടുതൽ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ടാക്സ് ലയബിലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു അസസി ആണെങ്കിലും
അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടതില്ല. എങ്ങനെയാണെങ്കിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആവുകയും 60 വയസ്സോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ പ്രായമുള്ള ആളും പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിന് താഴെ ഇൻകം ഇല്ലാത്ത ആളുമാണെങ്കിൽ അവർക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ബാധകമല്ല. എന്ന് പറഞ്ഞാൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിന് താഴെ ഇൻകം ഇല്ലാത്ത റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൻ്റെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. അഡ്വാൻസ് ടാക്സ് അവർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഇനി അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അഡ്വാൻസ് ടാക്സ് 4 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് കൊടുക്കേണ്ടത്. സെക്ഷൻ 211 അതിനകത്ത് പറയുന്നുണ്ട് അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ്, എത്ര എമൗണ്ട് വീതം ഏത് ഡേറ്റിനുള്ളിലാണ് അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടത്. 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 15th ജൂൺ, ജൂൺ 15-നുള്ളിലാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ജൂൺ 15-നോ അതിന് മുമ്പോ ആയിട്ട് നോട്ട് ലെസ് ദാൻ 15% ഓഫ് അഡ്വാൻസ് ടാക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ടാക്സ് എമൗണ്ടിൻ്റെ 15% കുറയാത്ത എമൗണ്ട്, 15% എമൗണ്ടെങ്കിലും ജൂൺ 15-നുള്ളിൽ അടച്ചു തീർത്തിരിക്കണം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ജൂൺ 15 എന്ന് പറയുന്ന ഡേറ്റിനും അതിന് മുമ്പോ ആയിട്ട് ആ ഫിനാൻഷ്യൽ ഇയറിലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകത്തിൻ്റെ മുകളിൽ കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ 15% എങ്കിലും ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ ഡേറ്റിനുള്ളിൽ അടച്ചിരിക്കണം. രണ്ടാമത്തെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ്? ഓൺ ഓർ ബിഫോർ 15th സെപ്റ്റംബർ, സെപ്റ്റംബർ 15-നുള്ളിലാണ്. സെപ്റ്റംബർ 15-നോ അതിന് മുമ്പോ ആയിട്ട് എന്ത് ചെയ്യണം? നോട്ട് ലെസ് ദാൻ 45% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് എനി എമൗണ്ട് പെയ്ഡ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അവിടെ മൊത്തം അഡ്വാൻസ് ടാക്സ് എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 45% കുറയാത്ത എമൗണ്ട്, 45% എങ്കിലും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആകുന്ന സമയത്ത് കൊടുത്തു തീർത്തിരിക്കണം. എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുത്ത എമൗണ്ട് കുറച്ച് 45% മൊത്തം അഡ്വാൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ടോ ആ 45%-ൽ നിന്ന് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത എമൗണ്ട് കുറച്ച് ബാക്കി വരുന്ന എമൗണ്ട് സെപ്റ്റംബർ 15-നുള്ളിൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഓൺ ഓർ ബിഫോർ 15th ഡിസംബർ, ഡിസംബർ 15-നോ അതിന് മുമ്പോ കൊടുക്കേണ്ടുന്ന എമൗണ്ടാണ്. നോട്ട് ലെസ് ദാൻ 75% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് എനി എമൗണ്ട് പെയ്ഡ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഡിസംബർ 15 ആകുമ്പോഴേക്ക് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ 75% എങ്കിലും കൊടുത്തിരിക്കണം. എന്ന് പറയുമ്പോൾ എത്രയാണോ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി എങ്കിൽ അതിൻ്റെ 75% കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ 75%-ൽ നിന്ന് ആദ്യത്തെ 2 ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ, ജൂൺ 15-നും സെപ്റ്റംബർ 15-നും ഉള്ള ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തതിന് ശേഷം ബാക്കി എത്ര എമൗണ്ട് വരുന്നുണ്ടോ ആ എമൗണ്ട് 15 ഡിസംബറിനുള്ളിൽ കൊടുത്തിരിക്കണം. എന്ന് പറയുമ്പോൾ മൊത്തം അതുവരെ കൊടുത്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് 75% എങ്കിലും ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പറയുന്നത് ഓൺ ഓർ ബിഫോർ 15th മാർച്ച്, മാർച്ച് 15-നോ അതിന് മുമ്പോ ആയിട്ടാണ്. 100% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് എനി എമൗണ്ട് പെയ്ഡ് ഇൻ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. മാർച്ച് 15 ആകുമ്പോഴേക്ക് ആ വർഷത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ ലയബിലിറ്റി എത്രയാണോ 100% കൊടുത്തു കഴിഞ്ഞിരിക്കണം. എന്ന് പറയുമ്പോൾ മൊത്തം എത്ര അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടിയിരുന്നോ ആ കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്ന് ആദ്യം പറഞ്ഞ 3 ഇൻസ്റ്റാൾമെൻറ്റിലും കൊടുത്തു കഴിഞ്ഞ എമൗണ്ട് കുറച്ച് ബാക്കി വരുന്ന മുഴുവൻ എമൗണ്ടും മാർച്ച് 15-നോ അതിനുള്ളിലോ കൊടുത്ത് തീർത്തിരിക്കണം. അല്ലെങ്കിൽ മാർച്ച് 15 ആകുമ്പോഴേക്ക് മുഴുവൻ അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടും സെറ്റിൽ ചെയ്യപ്പെട്ടിരിക്കണം. ഇതാണ് സെക്ഷൻ 211 പറയുന്ന ഇൻസ്റ്റാൾമെൻറ്റ്സും അതിൻ്റെ ഡ്യൂ ഡേറ്റും. എന്നാൽ മറ്റു ചില പോയിന്റ്സ് പറയുന്നത് കാണാൻ കഴിയും. അൺഎലിജിബിൾ അസസി ഇൻ റെസ്പെക്ട് ഓഫ് എലിജിബിൾ ബിസിനസ് സെക്ഷൻ 44 AD or eligible profession section 44 ADA shall pay 100% of advance tax on or before 15th March of relevant previous year.
എന്നാൽ സെക്ഷൻ 44AD, സെക്ഷൻ 44ADA ഈ രണ്ട് പ്രൊവിഷൻസ് പ്രകാരം അസസ് ചെയ്യപ്പെടുന്ന ഇൻകമുള്ള എലിജിബിൾ ബിസിനസ്സോ എലിജിബിൾ പ്രൊഫഷനോ ക്യാരി ഓൺ ചെയ്യുന്ന എലിജിബിൾ അസസീസ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ 4 ഇൻസ്റ്റാൾമെന്റ് ബാധകമല്ല, മറിച്ച് മാർച്ച് 15 അതിന് മുമ്പോ മുഴുവൻ എമൗണ്ടും അഡ്വാൻസ് ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്രത്യേകമായ ഡ്യൂ ഡേറ്റ് അല്ല, മറിച്ച് മാർച്ച് 15 ഉള്ളിലായിക്കൊണ്ട് ആ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള മൊത്തം അഡ്വാൻസ് ടാക്സിന്റെ എമൗണ്ടും അവർ കൊടുത്തിരിക്കണം. Any payment of advance tax made on or before 31st March shall be treated as advance tax paid during the financial year. ഇനി ഒരു അഡ്വാൻസ് ടാക്സിന്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാർച്ച് 31 കൊടുക്കുന്ന എല്ലാ ടാക്സും എന്താണ്? അഡ്വാൻസ് ടാക്സ് ആണ് അല്ലേ? കാരണം അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 മുതലാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏപ്രിൽ 1 മുമ്പ് മാർച്ച് 31 അതിന് മുമ്പോ കൊടുക്കുന്ന എല്ലാ ടാക്സിനെയും നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. If last day for payment of any installment of tax is a bank holiday, assessee can make payment on next immediately following working day. In such case, interest under section 234B and 234C would not be charged. ഇനി ഒരു ഇൻസ്റ്റാൾമെന്റ് കൊടുക്കേണ്ട ദിവസം 1st, 2nd, 3rd or 4th ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് കൊടുക്കേണ്ടുന്ന ഡ്യൂ ഡേറ്റ്, ആ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ അസസിക്ക് അന്ന് പേയ്മെന്റ് നടത്താൻ കഴിയില്ല അല്ലെ, സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ അത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ആ ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്നാണോ ആ വർക്കിംഗ് ഡേക്കുള്ളിൽ കൊടുത്താലും അതിനെ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആയിട്ട് കണക്കാക്കപ്പെടും, ഡ്യൂ ഡേറ്റിന് കൊടുത്തായിട്ട് കണക്കാക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 234B, 234C എന്നീ സെക്ഷനുകൾ പ്രകാരമുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് അവിടെ ചുമത്തപ്പെടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിഗാർഡിംഗ് അഡ്വാൻസ് പേയ്മെന്റ് ആണ്. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ വരുന്ന ഇൻട്രസ്റ്റുകളാണ് 234Bയും 234Cയും. സെക്ഷൻ 234B നമുക്ക് ആദ്യം നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡീഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് കൊടുക്കാൻ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് ആണ് 234B എന്ന സെക്ഷനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതിനെന്താണ് പറയുന്നത്? If an assessee failed to pay advance tax under section 208 or advance tax paid is less than 90% of assessed tax, he shall be liable to pay interest at 1% for every month or part of a month. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സെക്ഷൻ 208 പ്രകാരം അഡ്വാൻസ് ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ഒരാൾ, അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടുന്ന ഒരു അസസി അഡ്വാൻസ് ടാക്സ് തീരെ ആ വർഷം കൊടുക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നത് അസസ് ചെയ്യപ്പെടുന്ന ടാക്സിന്റെ 90% താഴെയോ ആവുകയാണെങ്കിൽ, ഒന്നുകിൽ തീരെ അഡ്വാൻസ് ടാക്സ് ആ വർഷത്തേക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 31st മാർച്ചിനുള്ളിൽ അല്ലെങ്കിൽ മാർച്ച് 15 കൊടുക്കുന്ന അഡ്വാൻസ് ടാക്സിന്റെ എമൗണ്ട് മൊത്തം അസസ് ചെയ്യപ്പെടുന്ന ടാക്സിന്റെ 90% താഴെ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ അസസ് എന്ത് ചെയ്യണം? ആ വരുന്ന ഡിഫറൻസ് എമൗണ്ടിന് 1% ഓരോ മാസത്തേക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. 1% പെർ മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്ട്ലി വരുന്ന മന്ത് ഉണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മാസവും 5 ദിവസവും ആണെങ്കിൽ 2 മാസമായിട്ട് കണക്കാക്കണം. പാർഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡ് വരികയാണെങ്കിൽ അതിനെ ഫുൾ മന്തായി കണക്കാക്കി അങ്ങനെ എത്ര മാസങ്ങളുണ്ടോ അത്രയും മാസങ്ങളിലേക്ക് ഈ എമൗണ്ട് 90% കുറവ് വന്ന എമൗണ്ടിന് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻട്രസ്റ്റ് ഷാൾ ബി ചാർജ്ഡ് ഫ്രം 1st April ഓഫ് അസസ്മെന്റ് ഇയർ ടു ദി ഡേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് റെഗുലർ അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 1. 143 സബ്സെക്ഷൻ 1 പ്രകാരം റെഗുലർ അസസ്മെന്റ് നടത്തുന്ന ഡേറ്റ് വരെയുള്ള സമയത്താണ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഇയറിലെ ഏപ്രിൽ 1 മുതൽ എന്നാണോ റെഗുലർ അസസ്മെന്റ് നടത്തപ്പെടുന്നതെങ്കിൽ ആ ഡേറ്റ് വരെയുള്ള സമയത്തേക്ക് 1% ഓരോ മാസത്തേക്കും വെച്ച് പാർട്ട് വരുന്ന മാസത്തെ ഒരു ഫുൾ മാസമായി കണക്കാക്കി അതിനുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് സെക്ഷൻ 234B പ്രകാരം അസസി കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റൊരു ഇൻട്രസ്റ്റ് സെക്ഷൻ 234C ആണ്.
ഇൻട്രസ്റ്റ് ഫോർ ഡിഫർമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് ഡിഫർമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റ് ആണ് സെക്ഷൻ 234C പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 234C എന്ന സെക്ഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓൾ അസസീസ് എക്സെപ്റ്റ് അസസി കവേർഡ് അണ്ടർ സെക്ഷൻ 44AD ഓർ 44ADA. എലിജിബിൾ ബിസിനസ്സോ എലിജിബിൾ പ്രൊഫഷനോ ക്യാരി ഓൺ ചെയ്യുന്ന എലിജിബിൾ അസസീസ് ഒഴികെ ബാക്കി എല്ലാ അസസീസിനും സെക്ഷൻ 234C പ്രകാരമുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ഡിഫർമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് സമയത്താണ് സെക്ഷൻ 234C പ്രകാരമുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ചാർജ് ചെയ്യപ്പെടുക. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഡ്യൂ ഡേറ്റും ഇൻസ്റ്റാൾമെന്റും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡ്യൂ ഡേറ്റും ഇൻസ്റ്റാൾമെന്റും അല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അപ് ടു 15th June ഓഫ് ഫിനാൻഷ്യൽ ഇയറിൽ ജൂൺ 15 ഒരു അസസി അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നത് ലെസ് ദാൻ 12% ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ 15% എങ്കിലും ജൂൺ 15 കൊടുക്കണം എന്നുള്ളതാണ് റൂൾ നമ്മൾ കണ്ടത്. എന്നാൽ ഒരു അസസി ജൂൺ 15 12% താഴെ മാത്രമേ അഡ്വാൻസ് ടാക്സിന്റെ എമൗണ്ട് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം? 15% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് എമൗണ്ട് പെയ്ഡ് അപ് ടു 15th June എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ടാക്സിന്റെ മൊത്തം എമൗണ്ട് എടുത്തിട്ട് അതിനെ 15% 15% കമ്പ്യൂട്ട് ചെയ്യുക. ആ 15% കമ്പ്യൂട്ട് ചെയ്ത ശേഷം അതിൽ നിന്ന് ആക്ച്വലി കൊടുത്ത എമൗണ്ട് എത്രയാണോ അത് കുറക്കുക. ഫോർ എക്സാമ്പിൾ 10% ഇൻട്രസ്റ്റ് 10% അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ലെസ് ദാൻ 12% ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15% 10% കുറക്കുക. ബാക്കി 5% അഡ്വാൻസ് ടാക്സ് ഉണ്ടാവും അല്ലേ. ആ 5%ന് 1% പെർ മന്ത് ഫോർ 3 months. അതിന് 1% ഒരു മാസത്തേക്ക് വെച്ച് 3 മാസത്തേക്ക് അത് കമ്പ്യൂട്ട് ചെയ്യണം. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു അസസി റുപ്പീസ് 1 lakh ആണ് മൊത്തം ഒരു വർഷം ടാക്സ് കൊടുക്കേണ്ടത് അസസ് ചെയ്യപ്പെടുന്നത്. റുപ്പീസ് 1 lakh ആണ് അസസ് ചെയ്യുന്ന അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരമാണെങ്കിൽ ആ 1 ലക്ഷത്തിന്റെ 15% 15% എന്ന് പറയുമ്പോൾ റുപ്പീസ് 15,000 എങ്കിലും ജൂൺ 15 കൊടുക്കണം. ഉദാഹരണത്തിന് ഇദ്ദേഹം 15,000 പകരം 10,000 ജൂൺ 15 കൊടുത്തിട്ടുള്ളൂ. 15th June ആകുമ്പോൾ റുപ്പീസ് 10,000 കൊടുക്കുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 1 lakhന്റെ 10% മാത്രമേ 15th June ഇദ്ദേഹം അഡ്വാൻസ് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ആ 10% എന്ന് പറയുമ്പോൾ 12%നേക്കാൾ കുറവാണ് അല്ലേ. 12%നേക്കാൾ കുറഞ്ഞ ഒരു ടാക്സ് ആണ് ഇദ്ദേഹം ആ സമയത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? അവിടെയാണ് നമ്മൾ പറഞ്ഞത് 15% ഓഫ് അഡ്വാൻസ് ടാക്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ 1 lakh ആണ് അഡ്വാൻസ് ടാക്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 15% എന്ന് പറയുമ്പോൾ റുപ്പീസ് 15,000 വരും അല്ലേ. ആ 15,000 നിന്ന് ജൂൺ 15 ഇദ്ദേഹം കൊടുത്ത എമൗണ്ട് കുറക്കുക. റുപ്പീസ് 10,000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 15,000 മൈനസ് 10,000 ബാക്കി 5,000 റുപ്പീസ് ഉണ്ടാവും അല്ലേ. ആ 5,000 റുപ്പീസിന് എന്ത് ചെയ്യണം? 5,000 ഇൻറ്റു 1%, അതിന്റെ 1% എടുക്കുക, ഇൻറ്റു 3 months. അങ്ങനെ 3 മാസത്തേക്ക് 1% ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ ഈ 5,000 റുപ്പീസിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് അതിന്റെ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234C എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡ്യൂ ഡേറ്റ് അല്ലേ, 15th September 36% എങ്കിലും അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മൊത്തം കൊടുക്കേണ്ട അഡ്വാൻസ് ടാക്സ് എമൗണ്ടിന്റെ 36% താഴെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 45% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് എമൗണ്ട് പെയ്ഡ് അപ് ടു 15th September. അഡ്വാൻസ് ടാക്സ് എമൗണ്ടിന്റെ 45% കമ്പ്യൂട്ട് ചെയ്ത ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ 45% ഓഫ് റുപ്പീസ് 1 lakh, റുപ്പീസ് 45,000 എന്ന് വരും അല്ലേ. ആ 45,000 നിന്ന് എന്ത് ചെയ്യണം? 15th September വരെ കൊടുത്ത മൊത്തം അഡ്വാൻസ് ടാക്സിന്റെ എമൗണ്ട് കുറക്കുക. ബാക്കി വരുന്ന എമൗണ്ട് എത്രയുണ്ടോ അതിന് 1% ഒരു മാസത്തേക്ക് വെച്ച് 3 മാസത്തേക്ക് കമ്പ്യൂട്ട് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഡ്യൂ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. മൂന്നാമത്തെ ഡ്യൂ ഡേറ്റ് അപ് ടു 15th December ഓഫ് ഫിനാൻഷ്യൽ ഇയർ, ഡിസംബർ 15 കൊടുക്കുന്ന അഡ്വാൻസ് ടാക്സിന്റെ എമൗണ്ട് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 75%, 75% താഴെ മാത്രമേ അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുള്ളൂ ഡിസംബർ 15 എങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? 75% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് എമൗണ്ട് പെയ്ഡ് അപ് ടു 15th December അല്ലേ? മൊത്തം കൊടുക്കേണ്ട അഡ്വാൻസ് ടാക്സ് എമൗണ്ടിന്റെ 75% കമ്പ്യൂട്ട് ചെയ്യുക. ആ 75%ൽ നിന്ന് എത്ര എമൗണ്ട് ഡിസംബർ 15-നുള്ളിൽ, ഏപ്രിൽ മുതൽ ഡിസംബർ 15 വരെ എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ ആ എമൗണ്ട് എല്ലാം കുറയ്ക്കുക. ഡിഫറൻസ് വരുന്ന എമൗണ്ടിന് 1% പെർ മന്ത് ഫോർ 3 months, 1% ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് 234C പ്രകാരം കമ്പ്യൂട്ട് ചെയ്യണം. അവസാനത്തത് അപ് ടു 15th March ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയറിലെ 15th March വരെ കൊടുക്കുന്ന അഡ്വാൻസ് ടാക്സിന്റെ എമൗണ്ട് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 100%, 100% മുഴുവൻ അഡ്വാൻസ് ടാക്സും കൊടുത്തു തീർന്നിട്ടില്ല, മാർച്ച് 15 വരെ ആയപ്പോഴേക്കും മുഴുവൻ അഡ്വാൻസ് ടാക്സിന്റെ എമൗണ്ടും കൊടുത്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം അഡ്വാൻസ് ടാക്സ് എത്രയാണോ അസസ് ചെയ്തതെങ്കിൽ ആ അസസ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് മാർച്ച് 15 വരെ എത്ര എമൗണ്ട് ആക്ച്വലി അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ടോ അത്രയും എമൗണ്ട് കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന എമൗണ്ടിന് 1% പെർ മന്ത് ഫോർ 1 month, 1% ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ ഒരു മാസത്തേക്കുള്ള എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ 1% എടുക്കുക. ആ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234C എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഡ്യൂ ഡേറ്റിനും നമ്മൾ ഇതേപോലെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് ടോട്ടൽ എമൗണ്ട് ആണ് 234C പ്രകാരം ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് അസസ് കൊടുക്കേണ്ടി വരുന്ന ഡിഫർമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.